ഒരു കുട്ടി അകത്തിരുന്ന് നമ്മൾ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് വരാൻ വേണ്ടി കാര്യം കാണിച്ചത് അവിടെ ഒളിച്ചിരുന്ന് കാര്യം പറയാനായിട്ടാ നിങ്ങൾ കണ്ടു. ഒരുപാട് വാഴകൾ ഇവിടെ നിൽക്കുന്നു. അതിലൊരു വാഴ അതാ നിൽക്കുന്നു, കണ്ടല്ലോ. സോലിക്കുട്ടി പൊന്നാമി തുറക്കാൻ പോണതേ ഉള്ളൂ. ഹലോ ഗേസ്, നമ്മളിന്നൊരു കുഞ്ഞൊരു വ്ളോഗ് എടുക്കാനാണ് വിചാരിക്കണം. കുറേ നാളായി വ്ളോഗ് കിട്ടിയിട്ട് ഇടണം വെച്ചിട്ട് നടക്കില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒന്നുമല്ല, നല്ല മഴയും നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷമായതുകൊണ്ട് നമ്മൾക്ക് പൊതിച്ചോറ് തിന്നാൻ കൊതിയാവുന്നു. അതുകൊണ്ട് നമ്മളിന്ന് ഒരു പൊതിച്ചോറ് കിട്ടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പറ്റുന്നതായിരിക്കും, അത് ഉള്ളതൊക്കെ പറ്റി കുട്ടിക്ക് ഒരു പൊതിച്ചോറാണ് അല്ലേ? അതെ. അപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു കുട്ടി അകത്തിരുന്ന് നമ്മൾ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് വരാൻ വേണ്ടി കാര്യം കാണിച്ചത് അവിടെ ഒളിച്ചിരുന്ന് കാര്യം പറയാനായിട്ടാ നിങ്ങൾ കണ്ടോ കുട്ടിയെ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ പൊതിച്ചോറ് കെട്ടാൻ വിചാരിക്കുന്ന മുട്ട കൂടെ അതിൽ വെച്ച് വെക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ആ സമയത്ത് നമ്മൾ മുട്ട നോക്കാനായി എവിടെ പോയി? ഫ്രിഡ്ജിൽ പോയപ്പോൾ എന്ത് സംഭവിച്ചു? മുട്ടയില്ല കേസ്. അപ്പം നമ്മൾ വിചാരിച്ചു അതുമാത്രം നമുക്ക് മുട്ടയാണ് നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അല്ലേ? അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് മുട്ട വാങ്ങിച്ച് പൊരിക്കാമെന്ന്. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ മുട്ട വാങ്ങിച്ച് പൊരിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഗൈസ്, അപ്പം നമ്മൾ മുട്ട വാങ്ങിക്കാനായി പോവുകയാണ്. വലിയ കാണുന്ന കടയിലാണ് നമ്മൾ മുട്ട വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. ചെറുതായിട്ട് എനിക്കല്ല, ഈ കുട്ടിക്കാണ് വട്ട്, എനിക്ക് പ്രത്യേകിച്ച് വട്ടൊന്നുമില്ല. ഈ കടയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. വട്ടായും തോന്നുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ സാധനം വാങ്ങിച്ച് തിരിച്ചു പോകും. സാധനം വാങ്ങിച്ചു അഡീഷണൽ ആയിട്ട് ഒരു 2 ജെല്ലി മുട്ടായും ജെംസും വാങ്ങിച്ചു. ഇത് വേറെ ഒന്നും അല്ല ഗൈസ്, എനിക്ക് ഒരു വീഡിയോ പിടിക്കാനാണ്. ഇത് കണ്ടാൽ ഒരാൾ അവിടെ വാതിലിൽ കാത്തിരിക്കുന്നു. കടയിൽ നിന്ന് വന്നാൽ കണ്ട് നോക്കി ഒരാൾ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടോ ഗൈസ്, കയ്യിൽ മുട്ടായി ഉണ്ടാ നോക്കാനാണ്. എന്നിട്ട് എന്തിനാണെന്ന് അറിയാമോ? കഴിച്ച് തിന്നാൻ. പക്ഷേ ഞാൻ ഈ മുട്ടായി എന്ന് വാങ്ങിച്ചല്ല ഗൈസ്, ഇത് എനിക്കൊരു വീഡിയോ ചെയ്യാനാണ്. ഇതൊന്നും ഇനി തിന്നരുത് ജീവിതത്തിൽ, അത് കാണിക്കാനായിട്ട് ഒരു വീഡിയോ എടുക്കാനാണ് ഗൈസ്. നമുക്ക് ഇനി വാഴയില വെട്ടണം. നമ്മൾ വാഴയില വെട്ടാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് നമ്മൾ വെളിയിൽ ഇറങ്ങിയാൽ. നല്ല മഴയുണ്ട്. ഒരുപാട് വാഴകൾ ഇവിടെ നിൽക്കുന്നു. അതിലൊരു വാഴ അതാ നിൽക്കുന്നു, കണ്ടല്ലോ. നമുക്ക് ഈ വാഴയെന്ന് കുറച്ച് ഇല വെട്ടാം. സോലുവിന് പറ്റിയല്ല. നാല്. നമ്മൾ വാഴയില റെഡി ആയിരിക്കും. സോലു എന്തിനുകളെ എവിടെ മൂക്കൂത്തി? അല്ല മുത്തന്തി, അതിൽ കയ്യിൽ നീ പറിച്ച മുത്ത എവിടെ മുത്തന്തി? കണ്ടു ഗേസ്, പണ്ട് നമ്മൾ ഇതുപോലെ പറിച്ച് കളിക്കുമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ സാധനം എടുത്ത് കളിക്കുമായിരുന്നു? ഇത് ഒരു നൊസ്റ്റാൾജിയാണ്. ആർക്കെങ്കിലും ഒക്കെ നൊസ്റ്റാൾജി തോന്നുന്നുണ്ടോ ഗേസ്? അല്ല, ഈ സംഭവം, ഇതിൻ്റെ ഈ മുത്തുണ്ടല്ലോ, ഇതിൻ്റെ പൂവ്, ഇത് നമ്മൾ പണ്ടിങ്ങനെ പറിച്ച് മൂക്കൂത്തിയായിട്ടൊക്കെ വയ്ക്കുമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ ഗേസ്? നമ്മൾ ചെയ്തിട്ടുണ്ട് ഗേസ്. ഇതുപോലെ ഇവിടെ സോല് വെച്ചേ, മൂക്കൂത്തി വെച്ചേ, ഇതുപോലത്തെ ഈ സംഭവം നല്ല രസമാണ്. ഇത് പച്ച എവിടെ ഗേസ്? നിങ്ങൾ ആരെങ്കിലും ഇത് വെച്ചിട്ടുണ്ടോ? നമ്മളെ സോൽക്കുട്ടിക്ക് നമ്മൾ മൂക്കൂത്തി വെച്ച് കൊടുത്ത കണ്ടോ, നല്ല രസമില്ലേ? കൊള്ളാമോ? ഇത് എന്താ നമ്മുടെ വേറൊരാളെ മൂക്കൂത്തി വെച്ചിട്ട് നിൽക്കുന്നു, കണ്ടോ ഗേസ്? മൂക്കൂത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂക്കൂത്തി നിങ്ങൾ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പറയുക ഗേസ്. ഈ ചീരയൊന്നും ഇപ്പോൾ ഇവിടെ ആരും ഉപയോഗിക്കാറില്ല ഗേസ്. പണ്ടൊക്കെ ഇതൊക്കെയാണ് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചീര. ഗേസ്, നമ്മൾ അകത്ത് കയറുകയാണ് ഗേസ്. നമ്മളിനി നമ്മൾ അടുത്തത് മീൻ പൊരിക്കാൻ ചട്ടി വെച്ചിരുന്നു. മീൻ പൊരിക്കാൻ പോകുകയാണ്. വാഴയില പ്ലേറ്റൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ വാഴയിലയിൽ ചോറ് തിന്നാൻ പോവാണ് ഗേസ്. നമ്മളെ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. മീൻ പൊരിച്ചെടുത്തുണ്ടോ?
നമ്മളെ മീൻ തപ്പ ഇരട്ടി വെച്ചിരിക്കുന്നു ഗേസ്. എടുത്തോണ്ട് പോകും എട്. സോലിക്കുട്ടിത്തെ മീൻ കൊണ്ട് പോവുകയാണ് ഗേസ്. സോലിക്കുട്ടിക്ക് പഠിക്കണേക്കാൾ ഇൻട്രസ്റ്റ് ആണ് ഗേസ്. കുക്കിങ്ങിന് ഒരു താല്പര്യമാണ് ഗേസ്. കുക്കിങ്ങിൽ അതെ നമ്മളെ മുട്ട പൊരിക്കാനുള്ള എല്ലാം റെഡി ആയി ഗേസ്. ഇതാ നമ്മളെ മുട്ട കിണുകിണായിട്ട് കറക്കുന്ന നിങ്ങൾ കണ്ടോ, കിണ്ടുന്ന നിങ്ങൾ കണ്ടോ. ഉപ്പിട്ടാ ഉപ്പ് ഇട്ടു. ഈ അങ്ങനെ നോക്കല്ലേ കളെ. കുരുമുളക് കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യൂ കൂട്ടി, മിക്സ് ചെയ്യൂ. ഉപ്പ് കറക്റ്റായ റെഡി ആയിരിക്കും ഗേസ്. കണ്ടല്ലോ നമ്മുടെ മീൻ കയ്യിലല്ലോ. മീൻ പൊരിച്ചെടുത്തിരിക്കുന്നു. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് മുട്ട ഓംലെറ്റ്, മുട്ട ഓംലെറ്റ്, മുട്ട ഓംലെറ്റ്. എടുക്കട്ടെ മാമി, നമുക്ക് എഡിറ്റ് വെച്ചാൽ എത്ര മുട്ടയാണ് ഇട്ടത്? 4 പേർക്ക് വേണം ഇല്ലേ? 1 2 3 Wow. മുട്ട അതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഗേസ്. കണ്ടല്ലോ നമ്മൾ മുട്ട റെഡി ആയിക്കുന്നു. ബാക്കി മുട്ട ഇവിടെ പൊരിച്ച് വെച്ചിരിക്കുന്നു. നമ്മളെ മുട്ട പൊരിച്ചത് റെഡി ആയിരിക്കുന്നു. പാത്രം കഴിയാൻ സിംഗിൾ. ഹലോ ഗേസ്, നമ്മളെ പൊതിച്ചോറിനുള്ള ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മൾ ഇലയൊക്കെ ഇവിടെ റെഡിയാക്കി വാട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. സോലിക്കുട്ടി കൊതിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഗേസ്. പിന്നെ നമ്മൾ ഇതാ നല്ല ചൂട് ചോറ് ഇവിടെ ഇങ്ങനെ ആവി പറക്കുന്ന ചോറ് ഉണ്ടല്ലോ. ആവി പറക്കുന്ന ചോറ്, നമ്മളെ തോരൻ, നമ്മളെ തോരൻ, മീൻ ഫ്രൈ, ചമ്മന്തി, മുട്ട പൊരിച്ചത്, മീൻ കറി. ഇത്രയാണ് നമ്മളെ സ്പെഷ്യലായിട്ടുള്ള നമ്മളെ അച്ചാറുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ പൊതിത ഇവിടെ റെഡി ആവാണ്. നമ്മളെ സോലിക്കുട്ടിക്കുള്ള പൊതിയാണ് ആദ്യം റെഡിയാക്കുന്നത്. സോലിക്കുട്ടിക്കുള്ള മുട്ടയും അതുപോലെ അച്ചാറും പിന്നെ മീൻ പൊരിച്ചതും തോരനും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു ഉപ്പിലിട്ടത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഒരാൾ. അപ്പോൾ നമ്മൾ സോലിക്കുട്ടിയിലെ പൊതിത ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. ഇനി നമുക്കിത് പൊതിഞ്ഞ് വെച്ചാൽ അത് എനിക്കും ഉമ്മാക്കും പൊന്നുവിനും മാത്രമാണ് നമ്മൾ പൊതി കിട്ടുന്നത്. ഉമ്മാക്കില്ല, എനിക്കും സോലുവിനും പൊന്നുവിനും മാത്രമാണ് കേട്ടോ. ഉമ്മാക്ക് വേണ്ടെന്ന് പറഞ്ഞ് പൊതിച്ചോറൊന്നും. അപ്പോൾ ഉമ്മ സാധാ ചോറ് തിന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളെ സോലിക്കുട്ടിയുടെ പൊതി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗേസ്. അപ്പോൾ സോലിക്കുട്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊതിച്ചോറൊക്കെ കഴിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. എന്തോ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. വാങ്ങിച്ച് മടക്കിയൊക്കെ നോക്കി ഭയങ്കര തുള്ളലാണ് ഇവിടെ. ഇനി അടുത്ത ആളിൻ്റെ പൊതി കെട്ടാണ് ഗേസ്. അപ്പോൾ നമ്മൾ ആ 3 പേരെയും പൊതിയെ കെട്ടി നമ്മൾ ചോറ് കുറച്ച് നേരം നല്ല ചൂട് ചോറൊക്കെ ഇട്ട് കുറച്ച് നേരം നമ്മൾ വാഴയില ഇരുന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മൾ ചോറ് തിന്നാറായപ്പോൾ നമ്മൾ അന്തുക്കുട്ട ഉണന്ന് ഗേസ്. നമ്മൾ അന്തുക്കുട്ട ഉണന്ന് ഗേസ്. അന്തുക്കുട്ട പിന്നെ ഉറങ്ങാണ് ഗേസ്. അപ്പോൾ ഗേസ് നമ്മൾ പൊതിച്ചോറൊക്കെ നോക്കാം. നമ്മൾ കുറേ നേരം കഴിഞ്ഞ് നമ്മൾ കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെ വന്ന് നമ്മൾ ആ പൊതിച്ചോറ് ഞാൻ പൊതി തുറന്ന് വെച്ചിട്ടുണ്ട്. നമ്മളെ സോലിക്കുട്ടിയും പൊന്നാമി ഇതാ തുറക്കാൻ പോകണതേ ഉള്ളൂ. പൊതി തുറന്നിരിക്കുന്നു ഗേസ്. നിനക്ക് തന്നെ അച്ചാർ തോന്നുള്ളത് ഗേസ്. പൊതിച്ചോറ് തിന്നാനുള്ള കൊതിയാണ് ഒരു കുട്ടിക്ക്. തിന്നു നമ്മളെ എൻ്റെ പൊതിച്ചോറിതായിരിക്കുന്നു. നമ്മളെ സോലിക്കുട്ടി പൊതിച്ചോറ് നോക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കാനല്ലേ. സോലിക്കുട്ടി പൊതിച്ചോറ് നോക്കുകയാണ് ഗൈസ്. സോലിക്കുട്ടി ആദ്യമായിട്ടാണ് പൊതിച്ചോറ് കഴിക്കണ. സോലിക്കുട്ടി ആദ്യമായിട്ടാണ് കേട്ടോ. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളിതാ എല്ലാവരും ഇരുന്ന് നമ്മളെ പൊതിച്ചോറ് കഴിക്കുകയാണ്. നമ്മളെ സോലിക്കുട്ടി ഭയങ്കര അടിപൊളിയാണ്, പൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടേസ്റ്റിൽ കഴിക്കുകയാണ് കേട്ടോ. എരിയൊന്ന് വാങ്ങോ എന്നൊക്കെ പറയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ബൈ.